ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ VTS മാൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് VTS വെഡിംഗ് സെന്ററിൽ നിന്നും. പാണ്ടിക്കാടങ്ങാടിയിലെ ഗതാഗത കുരുക്ക് ഉൾപ്പെടെ പരിഹരിക്കുന്നതിനായി ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേർന്നത്. ഞങ്ങൾ വിട്ടുപോയൊരു കാര്യം CSR വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. മഞ്ചേരി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ പെരുന്തൽമണ്ണ റൂട്ടിലേക്ക് പോകാൻ സുൽത്താൻ റോഡ് ബൈപ്പാസ് വഴി അങ്ങോട്ട് തിരിച്ചുവിടുകയും അവിടെ സൈൻ ബോർഡ് വെക്കുകയും അപ്പോൾ വലിയ ഗതാഗത പ്രശ്നം കുറക്കാവുന്ന ലോറികൾ ഇപ്പോൾ പാലക്കാട് ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് ഒരുപാട് ലോറികൾ പോകും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇങ്ങനെ പെരുന്തൽമണ്ണയിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ ഇതാക്കാവുന്ന സാഹചര്യം. ഇനി പഞ്ചായത്തായി ഞങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞങ്ങളുടെ ബോധ്യതയിൽ ഒരു ബൈപ്പാസ് റോഡ് കൂടി ആരംഭിക്കണം. അതിപ്പോൾ പെരുന്തൽമണ്ണ റോഡും മഞ്ചേരി റോഡും വണ്ടൂർ റോഡും ബന്ധിപ്പിക്കാൻ ബൈപ്പാസ് ഇല്ല. ബാക്കി റോഡുകളെ ബന്ധിപ്പിക്കാൻ ബൈപ്പാസ് ഉണ്ട്. ആ റോഡിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ ഒരു തീവണ്ടിക്ക് തലവെക്കുന്നത് പോലത്തെ ഒരു പദ്ധതിയിലേക്ക് ഞങ്ങൾ ചർച്ച തുടങ്ങാൻ പോവുകയാണ്. കാരണം ഈ റോഡിൽ മഞ്ചേരി റോഡിൽ നിന്ന് വണ്ടൂർ റോഡിലേക്ക് അപ്പോൾ നമുക്ക് ഇതുണ്ട്. അത് വലിയ രീതിയിൽ PMGSY റോഡാണ്. അതൊക്കെ നമുക്ക് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ തമ്പാനൂർ പൂരൊക്കെ അല്ലാത്ത ദൈനംദിന ആവശ്യങ്ങൾക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ 3/4 കിലോമീറ്ററിനുള്ളിൽ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നൊരു ബൈപ്പാസ് എന്നുള്ളത് സ്വപ്നം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ആ സ്ഥലം അക്വയർ ചെയ്ത് എടുക്കുന്നത് ഉൾപ്പെടെ അത് കൂടുതൽ ചർച്ചകൾക്ക് ഞങ്ങൾക്ക് വിധേയമാകണം ചെയ്യും. പാണ്ടിക്കാടങ്ങാടിയിലെ ഗതാഗത കുരുക്ക്, വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ, സ്ട്രീറ്റ് ലൈറ്റ് അപാകത പരിഹരിക്കുക, ബൈപ്പാസ് റോഡുകളുടെ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടിയന്തര പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനായാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR റോഹിൽനാഥിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നത്. ഈ ഒരു ട്രാഫിക് റെഗുലേഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ കമ്മിറ്റി കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് പ്രസിഡന്റ് നിർദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ, ജനങ്ങളുമായിട്ട് ഇടപഴകിയുള്ള നിർദ്ദേശങ്ങൾ വളരെ ക്രിയാത്മകമായി നടപ്പിലാക്കാൻ നമ്മുടെ ഓരോരുത്തരും, അതായത് പല തലത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവരും കൂട്ടായ ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC റമീസ, സ്ഥിരം സമിതി അംഗങ്ങളായ KT ഗിരീഷ് ബാബു, PT ഷെരീഫ്, സീമ വാവോട്ടിൽ, സെക്രട്ടറി മുസാഫർ, പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷിഹാബുദ്ദീൻ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ സൈദാലിക്കുട്ടി, ഡെപ്യൂട്ടി തഹസിൽദാർ റഷീദ്, ക്ലർക്ക് നിധി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. Za za ni za